നീ എന്താ കിടന്ന് മൂങ്ങണ്? നീ അവളോട് ഇഷ്ടമാണ് പറഞ്ഞോ? ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ടില്ലേ നീ അവളെ പിന്നാലെ നടന്നിട്ട്? ഇത്ര വല്ല ഒപ്പുണ്ടായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല? നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നും കൂടി പ്ലീസ്. 3 കൊല്ലമായി ഇത്ര പിന്നാലെ അടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട്. ഷേ മതിയടാ, നിർത്ത്. ഇതെന്താ പൊങ്ങാത്ത? അതല്ലേടി ഇവിടെ പറഞ്ഞതാ, ഇവിടെ ആരുമില്ല. കോഴിക്കോട് കൂലി തരായിട്ട് തീർന്നില്ലടാ. അവന്മാര് വിളിക്കണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഡാ, നീ ആ ചെക്കനെ വിളിച്ചു നോക്കിയേ, ഇത്ര നേരമായി പോയിട്ട്. എന്തൊക്കെയാണ് മക്കളെ? തയ്ച്ചു വെച്ച മോനെ നീ വരണം. നിനക്കുള്ള സിമെന്റ് മെറ്റലൊക്കെ അവള് കൂട്ടുണ്ട്. ഒന്ന് വിളിച്ചു നോക്കിയടാ. നീ എവിടാ? സാധനം കിട്ടിയാ? എന്നാ വേം വാ. കേറിപ്പോരാ. ഡാ, സാധനത്തിട്ടാ. ആ, ഇതെന്തിനാ? ഏയ്, നമ്മൾ 5 പേരല്ലടാ. അവനൊക്കെ റോജാബാക്ക് ഫിറ്റാണ് ടീമാണ്. അളിയ, നാളെ നമ്മൾ പോണേട്ടിന് മുന്നേ അവൾ ഒന്നുകൂടി കാണാൻ പോണം. നിനക്ക് കിട്ടിയപ്പോ പോരെ? നിനക്ക് 50 രൂപയ്ക്ക് എണ്ണ അടിച്ചടാ. എപ്പോൾ നോക്കിയാൽ മതി ഒട്ടുക്കത്ത് 50 രൂപയുടെ എണ്ണ. എടാ, പെട്രോളിന്റെ വില കൂടുന്നതിനനുസരിച്ചെങ്കിലും ആ സാധനം ഒന്നും മാറ്റി പിടിക്കും. വേണ്ടെങ്കിൽ വേണ്ട. ഡാ, നിനക്കറിയോ 3 കൊല്ലായിട്ട് 20ൻ്റെയും 50ൻ്റെയും ഒക്കെ റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് അവൾക്കിപ്പോൾ എന്നെ വേണ്ടടാ. ഓളെന്നെ തേച്ചടാ. അനക്ക് കേട്ട് ആരോടും ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. അതെന്താ നീ അങ്ങനെ? എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ 28 വയസ്സാകുമ്പോൾ അവൾ എൻ്റെ വീട്ടിലുണ്ടാവും, എൻ്റെ ഭാര്യയായിട്ട്. അതിന് പറ്റിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലാതെ പ്രേമിക്കാനോ പിന്നാലെ നടക്കാനോ തേക്കാനോ ഒന്നും എന്നെ കിട്ടില്ല. ഡാ, നമ്മൾ അഭിക്കാൻ തറ പറ്റി ആ വെങ്ങനൊന്നും ആയിരുന്നല്ലോ. അളിയാ, അവന് പ്രേമം തലയ്ക്ക് പിടിച്ചതാ. 2 അടിക്കണ പിള്ളേരാണെങ്കിൽ ഇതൊന്നും സീനില്ല. പ്രണയം മണ്ണാൻ കട്ട. അവന് പേടിയാടാ. അവള് തേങ്ങാനും വീട്ടിൽ ചെന്ന് പറയുമെന്ന് പേടി. ഇവന്മാര് ഇതൊന്നും ചെന്ന് പറയില്ല അല്ലടാ. ഷൈന, ഒന്ന് ഇഷ്ടാന്ന്. ഷൈന, ഏയ് ഷൈന, ഷൈന. ഒരു മിനിറ്റ്. അവളെന്താ പറഞ്ഞു? ഏതാണ് ബുള്ളറ്റൊക്കെ ഉണ്ടല്ലോ. ആരടാ ചുമല്? ഞാനാ. ചോദിക്കാൻ താനാരാ? ഷാഹിനാന്റെ ബ്രദറാടാ. ഏയ് ഇല്ല. എനിക്കറിയില്ല എന്താ എനിക്ക് അവളോടൊന്ന്. അവളെ കാണാതിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സങ്കടവും കാണുമ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷവും, ആ മുഖം, അത് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന നിമിഷങ്ങളും, ഇതെല്ലാം കൂട്ടിച്ചേർത്ത വികാരമാണ് പ്രണയമെങ്കിൽ അതെ, എനിക്ക് അവളോട് പ്രണയമാണ്. അവളോടെല്ലാം തുറന്നു പറയാൻ സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. അവളുമായുള്ള ഈ നല്ല ബന്ധം കൈവിട്ടു പോകുമോ എന്നുള്ള പേടി, അവളുടെ മുഖത്തെ ആ പുഞ്ചിരി മാഞ്ഞു പോകുമോ എന്നുള്ള പേടി. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം തീരുകയാണ്. എല്ലാവരും പല വഴിക്ക് പോകാൻ പോവുക. ഇനി എനിക്ക് കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അവളെ. എന്തേ ഞാൻ ഇങ്ങനെ ആയിപ്പോയേ? അടി
ആടിയടാ. അളിയാ എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. അവളെ മറക്കാക്കി പറ്റില്ലടാ. ഞാൻ ജീവിക്കില്ലടാ അവളില്ലെങ്കിൽ. ഡാ നീ ഒരു പണിയടാ. ഡാ നീ വിളി. ചങ്കൂറ്റത്തോടെ അവള് വിളിക്കടാ. നീ വിളിക്കടാ. നിനക്ക് ഇഷ്ടമാണ് നീ പറയടാ അവളോട്. പറ്റില്ല. ഡാ, നീ വിളിക്കടാ. വിളിക്കേ. ഹലോ. ആ അഞ്ജു, നീ ഇപ്പോൾ ഫ്രീ ആണോ? ആ കുറേ നാളായി ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ എനിക്ക് നഷ്ടമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഹലോ. ശരിക്കും കൂട്ടിട്ടടാ. ഹലോ. ഹലോ അബി. ഹലോ അബി, ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നാളെ നീ പോവല്ലേടാ. ഇനി നിന്നെ എന്നാ കാണാൻ പറ്റുക? എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അബി. അബി, നാളെ കാലത്ത് 11 മണിക്ക് ഞങ്ങൾ ഇറങ്ങും. ഇത്രയും കാലം വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും വിട്ട് ഇറങ്ങി വരാനല്ല ഞാൻ പറയാം. എന്തായാലും നാളെ വാ. ഓക്കെ. Action! Hello.